അതെന്റെ ചേട്ടനായിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആളിത്തിരി പട്ടനാ. ഇടയ്ക്ക് കുറച്ചു കാലം അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി വരില്ല. ഏട്ടൻ എന്നെ കാണണമെന്നില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ വിളിച്ചത്. നാളെ കാണണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എവിടെ? കോർട്ടിലോ? ബാന്ദ്ര ടാങ്കിന് പുറകുവശത്തുള്ള റോഡിൽ നമ്പർ 22. ഓ, നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ആ വീടല്ലേ? പക്ഷേ എന്റെ മാല കൊണ്ടുവരാൻ മറക്കരുതേ. വേണ്ട, ഇനി വൈരമാല വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. കടക്കാര് തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ആര് പറഞ്ഞു കാശ് കടം വാങ്ങിക്കാൻ? അയ്യോ, അതല്ല, സ്വർണ്ണക്കടക്കാര്. അവര് മറ്റാർക്കോ വേണ്ടി പണിത മാലയാ, അബദ്ധത്തിന് നമ്മുടെ തന്നതാ. അതാ തിരിച്ചു ചോദിക്കുന്നത്. നമ്പീശ, തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? എന്നാ കേട്ടോ. കേൾക്കാം. എന്ത് വന്നാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. എലീനയ്ക്ക് ആ മാല തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം ഞാൻ... വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? ആരുമില്ല. ആഹാ, കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാപ്പോ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ. മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ? ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനില്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും. അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത. തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പിറന്നവൻ. പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തോട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല, പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്. അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ. അപ്പൂപ്പന്റെ പേര് അതെ, പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ? പോരാ. എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ? അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ. എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനി താരുടെ ഈ തന്തയ്ക്ക് പറയോ? ഇല്ല, ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. तेरे को 20 दिन के अंदर अपन साला खत्म कर देगा, ये अपन का वादा है, समझा तो? अरे छोड़ो मुझे, मार के रहूंगा। അയ്യോ, എന്തോരൊച്ച. ഒരു മാറ്റവും ഇല്ല. വല്ലതും കിട്ടിയോ? ഭാഗ്യത്തൊന്നും കിട്ടിയില്ല, എല്ലാം മിസ്സായി. പോ. I'm all right. നമ്പീശ. Yes. Hi. അയ്യോ, നമ്പീശ. ചെറിയാൻ. നമ്പീശ, മാപ്പ്. നീ മാപ്പാണെന്ന് എനിക്കറിയാം. അല്ല നമ്പീശ, ഞാൻ മാപ്പ് ചോദിക്കാൻ നീ വന്നതാ. ചോദിക്കാൻ വന്നതാണെന്നും എനിക്കറിയാം. നിന്റെ പെങ്ങളുമായി ഞാൻ അടുത്തുപോയി. നിനക്ക് തടുക്കാൻ പറ്റുമെങ്കിൽ തടുത്തോടാ. നമ്പീശ. 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 ഓ, കണ്ടുപിടിച്ചു. എന്നെ കൈ കിട്ടിയാൽ നീ കൊല്ലുമെന്ന് എനിക്കറിയാം. ഈ ജീവനോട് ഇരിക്കുമ്പോ എന്റെ ജീവനോട് കിട്ടൂല. നീ ഒരു കോപ്പും ചോദിക്കണ്ട.
രാധിക, വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? രാധികയോ? തൈബേനന്റെ മകൾ രാധിക കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ മാറ്റിവെച്ചു. അതുകൊണ്ട് അവള് വന്നതാ. അച്ഛമ്മ കൊഞ്ചിച്ചോണ്ടിരിക്കുക. കൊച്ചുമോന്റെ പെണ്ണല്ലേ രാധിക? എവിടെയായിരുന്നു ഉണ്ണിയെ? പൂജ കഴിഞ്ഞപ്പോ മുതൽ ഞാൻ തേടി നടക്കുക. മെഡിക്കുക ഇവള്. ഞാൻ ചോദിച്ചു എന്താ ആരോടും പറയാതെ പെട്ടെന്ന് മുമ്പിൽ വന്ന് ചാടിയെന്ന്. അപ്പൊ ഈ കുട്ടി പറയാ, ഐ വാണ്ടഡ് ടു ഗീവ് എ സർപ്രൈസ് ടു ഓൾ ഓഫ് യു എന്ന്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളേക്കാൾ മെഡിക്കലാ. ആട്ടെ, അച്ഛൻ അറിയോ കുട്ടി ഇങ്ങോട്ടാ വന്നതെന്ന്? അച്ഛനാ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. ആ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ തൈ ബിസിനസ് ഒക്കെ? ഡൂയിങ് വെൽ. കൊറേ നാളായിട്ട് കാണുകല്ലേ, കുട്ടികൾക്ക് പലതും പറയാനുണ്ടാവും. നമ്മള് സ്വർഗത്തിലെ കട്ടറും പാവണ്ട. ആ സത്യം, നിങ്ങൾ സംസാരിച്ചിരിക്കുക. എനിക്കും ബാങ്ക് വരെ ഒന്ന് പോണം. ഏതാടി നീ? താനേതാ? ഞാൻ കുഞ്ഞുണ്ണി. എന്ത്? അപ്പൊ ഇതോ? ഇത് മനസ്സിലായി. ഇത് സൗണ്ട്, ഇത് ബോഡി. ഫാന്റാസ്റ്റിക് ചീറ്റിംഗ്. കുട്ടിക്കാലത്ത് വായിച്ച ഫെയറി ടെയിലിൽ പോലും ഇങ്ങനെ ഒരു തട്ടിപ്പ് കേട്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്. സ്മാർട്ട് ഓപ്പറേഷൻ. അത് ശരി. മതാമേരാ? രാധിക മേനോൻ, തൈക്കാട്ട് മഠം, ലണ്ടൻ. സ്റ്റുഡന്റ് ഓഫ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. കുഞ്ഞുണ്ണിയുടെ കാമുകി. പോരെ? അങ്ങനെ ഒരാളില്ല. ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളല്ലേ? ഞങ്ങൾ പറഞ്ഞത് നിനക്കെങ്ങനെ അറിയാം? ചോദിക്കും നിനക്ക് ഉത്തരം പറയാൻ. താൻ ആരാ? എന്റെ സ്കൂൾ ടീച്ചറാ? മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോലെ എന്റെ സ്വഭാവം മാറും. പോയാ നമ്മൾ 3 പേര് ഒരുമിച്ച് പോകും. ഞാൻ പുറത്ത്, നിങ്ങൾ ജയിലിലും. ജയിലിൽ പോകും നിന്നെ കൊന്നിട്ട്. വാ കൊല്ല്. പോടി പൂച്ചക്കണ്ണി. നീ പോടാ മാക്രി. ഇവിടെ കൊല്ലത്തുള്ളാന്ന്. എന്ത്? പിന്നെ എന്റെ ഇരട്ടപ്പേര് ഇവൾക്ക് അതിന്റെ മോന്തയുടെ ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞായിരിക്കും. ഇവളുടെ മോന്തയുടെ ഷേപ്പ്. സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കണ്ട. ഞാൻ ചോദിക്കാം. എടി തൈക്കാട്ട് രാധിക മേനോതി, നിനക്ക് ഞങ്ങളെ ദ്രോഹിക്കാനാണോ ഉദ്ദേശം? എനിക്ക് ആരും ദ്രോഹിക്കണമെന്നില്ല. പക്ഷേ ആരും ദ്രോഹിക്കപ്പെടരുതെന്നുണ്ട്. എന്റെ ഉദ്ദേശം എന്താണെന്ന് സമയമാവുമ്പോ മനസ്സിലാവും. അതുവരെ ഉടക്കാൻ വരാതിരിക്കുന്നതാ 2 കൂട്ടർക്കും നല്ലത്. ഹലോ, ഇറ്റ്സ് മീ. എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുക ഒരു പെട്ടിക്കകത്ത്. എവിടെയാ വെച്ചിരിക്കുന്നെന്ന് എനിക്കറിയില്ല. കുടുംബക്കാർക്ക് മുഴുവൻ അവകാശപ്പെട്ടതാ. ഒരാൾ മാത്രമായി കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. അവിടെ അമ്മയുടെ നായര്. നിനക്കെങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ? അവളുടെ അമ്മയുടെ നായരും. പിന്നെ ഇതുവരെ നീ പറയായിരുന്നത്? ഒരു കാര്യം മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ. അവൾ ആരെ വിളിക്കുന്നത് എനിക്കെങ്ങനെ അറിയാം? ഒരു കാര്യം ഷുവറാണ്, അവൾ നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. പരമാസത്ത അവളെ അവളുടെ വഴിക്ക് വിടുന്നതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. മനസ്സിലാവുന്ന വിധം ഞാൻ പറയാം. ഇവിടെ ഞാനുണ്ട്, എന്റെ ഭാര്യയുണ്ട്, മകളുണ്ട്, പേരക്കുട്ടികളുണ്ട്. ആദ്യം കുഞ്ഞുണ്ണേട്ടനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം ആരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് കുഞ്ഞിലെ കണ്ട ഓർമ്മയുള്ളൂ. കുഞ്ഞുണ്ണി വന്നല്ലോ. ആ കുഞ്ഞുണ്ണി വന്നോ? നീങ്ങി വന്നേ, എന്നിട്ട് പറ ഇത് ആരൊക്കെയാണെന്ന്. ഓർമ്മയുണ്ടോ നോക്കട്ടെ. ആ എനിക്കറിയില്ല. കുഞ്ഞുണ്ണി, നിനക്ക് എന്നെ മനസ്സിലായോ? നീ ഇങ്ങ് അടുത്ത് വാ. ഏതായി പട? റിലേറ്റീവ്സാ. ഇവർക്കൊക്കെ കണ്ണ് കാണാവോ? കാണാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടത്? കുഞ്ഞുണ്ണി ഇനി വന്നേ. കുഞ്ഞുണ്ണി, എന്താ നിനക്കാരെ മനസ്സിലാവണില്ലേ? നീ കുഞ്ഞായിരുന്നപ്പോ കണ്ടതല്ലേ? ഇത് മാധവൻ, അച്ഛന്റെ അനുജൻ. ഓരോരുത്തരും ആരൊക്കെയാണെന്ന് അവരവർ തന്നെ പരിചയപ്പെടുത്തിക്കോളൂ. ഞങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറയാം. ഞാൻ നിന്റെ അപ്പച്ചി, അച്ഛന്റെ 2ാമത്തെ പെങ്ങള്. അത് നിന്റെ വല്യപ്പച്ചി. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇതേതാ ഈ പെൺകുട്ടി? അവൻ തന്നെ പറയട്ടെ. കുഞ്ഞുണ്ണി പറഞ്ഞു കൊടുക്ക് ആരാന്ന്. നാണിക്കണ്ട മോനെ, പറഞ്ഞോ. ഇയാളെന്താ ഇന്ന് വേർക്കുന്നേ? നീ എന്തെങ്കിലും ഒന്ന് പറയേ. എന്തെങ്കിലും ഒന്ന് പറയടോ. കുഞ്ഞുണ്ണി, നിന്റെ ശബ്ദം ഒന്ന് കേക്കട്ടെ. കുഞ്ഞുണ്ണി, എന്താ നിനക്ക്?
ഒപ്പം തന്നെ ഓപ്പറേഷൻ ഇടയില് ആള് മരിച്ചു പോയാ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് വരുത്താൻ വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കണം. മതി. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. പോലീസല്ല, പട്ടാളമല്ല, ആരെങ്കിലും ഒന്ന് പിടിച്ചോട്ടെ. എന്റെ തല വെട്ടിക്കീറാൻ ഞാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. അതങ്ങ് കയ്യിൽ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പറയാൻ പോവാ. ഞാൻ മഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും ഒന്നും അല്ലെന്ന്. കൂടുതലൊന്നും പറയണ്ട. എന്താപ്പോ നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീഴാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. തിയേറ്റേഴ്സ് റെഡി സർ. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. കാണാലോ. എവിടെ എന്റെ കുഞ്ഞുണ്ണി? ഞാൻ കുഞ്ഞുണ്ണിയല്ല, നിങ്ങളുടെ കൊച്ചോനുമല്ല. പിന്നെ ഞാൻ ഗോപി. ആരാത്? ആരാണെന്ന്? എന്റെ ഒരു ഫ്രണ്ടാ ചാച്ചാ, എന്റെ കൂടെ അമേരിക്കയിലുണ്ടായിരുന്നാ. ഡോക്ടറാ, ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളിവിടെ താമസിക്കാന്ന് പറഞ്ഞിരുന്നേ. പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ബോധം പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നു. അമേരിക്ക വെച്ച് ഇതൊരു പ്രാവശ്യം എനിക്ക് ബോധം പോയപ്പോ ഇവനെ വന്ന് രക്ഷിച്ചത്. ഭാഗ്യ ഇപ്പോഴും ഇവിടെ വന്ന് മരുന്ന് വന്ന് രക്ഷിച്ചു. ഈശ്വര, രാധികയില്ലേ ഇവിടെ? ഉണ്ട്. രാധിക അറിയോ ഡോക്ടർ ഗോപിയെ? അറിയും. ആ, ഡോക്ടർ ഗോപിയുടെ മുഴുവൻ പേരെന്താ? ഗോപിയാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. ആ, ഗോപാലകൃഷ്ണൻ. സാക്ഷാൽ ഭഗവാന്റെ പേരല്ലേ, അതാ ഇത്ര കൈപുണ്യം. മരുന്ന് രണ്ടും കിട്ടി. ഒന്ന് സ്കാൻ ചെയ്യണോ? മരുന്നും മന്ത്രമൊന്നും വേണ്ട. ഈശ്വരൻ എന്റെ സേതുവിന്റെയും പ്രാർത്ഥന കേട്ടു, കുഞ്ഞുണ്ണിയെ രക്ഷിച്ചു അല്ലേ? അതെ, ശരിക്കും ഈശ്വരൻ തന്നെയാ രക്ഷിച്ചത്. അതെ. അല്ല, ബോധം കെട്ട് കിടന്ന ആൾ എണീറ്റ് നിന്നോ? അതെ, ദൈവം ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ രൂപത്തിൽ അവതരിച്ചു. ഞാൻ അവരെല്ലാം പോയി വിളിക്കട്ടെ. ഞാൻ പോയി അമ്മായി അറിയിക്കാം. ആ, നന്നായി. ഇനി എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ ആവശ്യമില്ലല്ലോ. ആ, ജസ്റ്റ് എ സെക്കൻഡ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എവിടെ ഡോക്ടർ? എവിടെ? ആ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും. താങ്ക്സ്. നീ വീട്ടിലോട്ട് പോ. അതെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ?